ഗുഡ് മോർണിംഗ്. +1 മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ചാപ്റ്റർ 2 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ദിസ് ഈസ് പാർട്ട് 9. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് ഫങ്ഷൻസ് ആണ്. സിഗ്നം ഫങ്ഷൻസ് ആൻഡ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫങ്ഷൻ. ഇതിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ ഓൾജിബ്ര ഓഫ് റിയൽ ഫങ്ഷൻസ് അതും കൂടി നമ്മൾ ഇന്ന് പഠിക്കുന്നുണ്ട്. കൺസിഡർ എ റിയൽ വാല്യൂഡ് ഫങ്ഷൻ. ദാറ്റ് ഫങ്ഷൻ മാപ്സ് ഫ്രം R to R. ഈ ഫംഗ്ഷൻ്റെ സ്വഭാവം എന്തെന്ന് നോക്കാം നമുക്ക്. ഇപ്പോൾ ആറിൽ നിന്നും ആറിലേക്കുള്ള ഒരു ഫംഗ്ഷനാണ് എഫ്. അതിൻ്റെ സ്വഭാവം എന്താണെന്ന് നമുക്ക് നോക്കാം. എഫ് മാപ്സ് 0 to 0. 0നെ 0യിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. 1 to 1, 2 to 1, 2.5 to 1, 3.1 to 1. ഈ എല്ലാ റിയൽ നമ്പേഴ്സിനെയും മാപ്പ് ചെയ്യുന്നത് 1ലേക്കാണ്. ഓക്കെ, 0ന് ശേഷം വരുന്ന എല്ലാ പോസിറ്റീവ് റിയൽ നമ്പേഴ്സിനെയും മാപ്പ് ചെയ്യുന്നത് 1ലേക്കാണ്. 0.1നെ മാപ്പ് ചെയ്യുന്നത് 1ലേക്ക്, 0.2നെ മാപ്പ് ചെയ്യുന്നത് 1ലേക്ക്, എക്സെട്ര. 0ന് ശേഷം വരുന്ന എല്ലാ പോസിറ്റീവ് റിയൽ നമ്പേഴ്സിനെയും മാപ്പ് ചെയ്യുന്നത് 1ലേക്കാണ്. -1 to -1, -2 to -1, -2.1 to -1, -3.7 to -1. നെഗറ്റീവ് റിയൽ നമ്പേഴ്സിനെല്ലാം മാപ്പ് ചെയ്യുന്നത് -1ലേക്കാണ്. ഈ ഫംഗ്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിഗ്നം ഫംഗ്ഷൻ. പോസിറ്റീവ് നമ്പേഴ്സിനെ +1ലേക്ക് മാപ്പ് ചെയ്യും, നെഗറ്റീവ് റിയൽ നമ്പേഴ്സിനെ -1ലേക്ക് മാപ്പ് ചെയ്യും, 0നെ 0ലേക്ക് മാപ്പ് ചെയ്യും. ദിസ് ഫംഗ്ഷൻ ഇസ് നോൺ ആസ് സിഗ്നം ഫംഗ്ഷൻ. The function f from R to R defined by f of x is equal to 1 when x greater than 0, equal to 0 when x is equal to 0, equal to -1 when x less than 0 is called signum function. ഈ ഡെഫിനിഷൻ നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. When x greater than 0, when x is positive real number, function is 1. f of x is 1. When x is equal to 0, f of x is 0. When x is less than 0, when x takes negative real numbers, f of x is -1. ഓക്കെ, നമുക്ക് എക്സിന് ഏത് റിയൽ നമ്പർ വേണമെങ്കിലും കൊടുക്കാം. സോ ഡൊമെയിൻ ഓഫ് ദിസ് ഫംഗ്ഷൻ ഇസ് ആർ, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. റേഞ്ചിൻ്റെ അകത്ത് ഏതൊക്കെ എലമെൻറ്റ്സ് ഉണ്ടാകും? എഫ് മാപ്പ് ചെയ്യുന്നത് 1, 0, -1 ഈ 3 എലമെൻറ്റ്സിലേക്ക് മാത്രമാണ്. എക്സിന് നമ്മൾ ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും എഫ് ഓഫ് എക്സ് ഒന്നെങ്കിൽ 1 ആയിരിക്കും. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയാലും 1 വരും, എക്സ് 0 ആയിക്കഴിഞ്ഞാൽ 0, എക്സ് ലെസ് ദാൻ 0 ആയിക്കഴിഞ്ഞാൽ -1. ഈ 3 വാല്യൂസ് മാത്രമേ എഫ് ഓഫ് എക്സ് എടുക്കുന്നുള്ളൂ. ഇപ്പോൾ റേഞ്ച് എന്തായിരിക്കും? സെറ്റ് 1, 0, -1. ഇതാണ് ഫംഗ്ഷൻ്റെ ഗ്രാഫ്. ജിയോജിബ്രയിൽ SGN x എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രാഫ് കിട്ടും. SGN x എന്ന് കൊടുക്കണം. വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 0 ഈ ഭാഗത്ത് പോസിറ്റീവ് വാല്യൂ എടുക്കുന്ന സമയത്ത്, എക്സ് പോസിറ്റീവ് റിയൽ നമ്പർ എടുക്കുന്ന സമയത്ത് എഫ് ഓഫ് എക്സ് 1 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. y = 1ലൂടെ പാസ് ചെയ്യുന്ന എക്സ് ആക്സിന് പാരലലായ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. വെൻ എക്സ് ഇസ് ലെസ് ദാൻ 0, 0ൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് നമ്മുടെ എക്സ് ഉള്ളതെങ്കിൽ എഫ് ഓഫ് എക്സ് ഇസ് -1. അപ്പോൾ y = -1ലൂടെ പാസ് ചെയ്യുന്ന എക്സ് ആക്സിന് പാരലലായ ഒരു ലൈൻ ഇവിടെ കിട്ടും നമുക്ക്. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ലൈനാണ് നമുക്ക് കിട്ടുന്നത്. ഇനി 0, 0 ഈ ഒരു പോയിന്റും കൂടി ഗ്രാഫിൻ്റെ അകത്തുണ്ട്. 0, 0 ബിലോങ്സ് ടു എഫ്. ദിസ് ഫംഗ്ഷൻ ഇസ് എ പീസ് വൈസ് ഫംഗ്ഷൻ. ഓക്കെ, ഗ്രാഫ് ഇതുപോലെ 2 പീസായിട്ട്, ഇവിടെ ഒരു പീസും ഇവിടെ ഒരു പീസിട്ട് ഇവിടെ ഒരു പോയിന്റും ഉണ്ട്. ഓക്കെ, ഇങ്ങനെ പീസായിട്ട് കിട്ടുന്ന ഫംഗ്ഷനാണ്. ദിസ് ഫംഗ്ഷൻ ഇസ് നോൺ ആസ് പീസ് വൈസ് ഫംഗ്ഷൻ ഓർ ബ്രാഞ്ച്ഡ് ഫംഗ്ഷൻ. ഓക്കെ, ഫംഗ്ഷൻ മാപ്സ് ഫ്രം R to R. This is definition of the function. Domain is R, range is set -1, 0, 1. സിഗ്നം ഫംഗ്ഷൻ്റെ ഗ്രാഫ് നിങ്ങൾ നോട്ട്ബുക്കിൽ ഇതുപോലെ വരച്ച് വെച്ചേക്കണം. 0, 0 ബിലോങ്സ് ടു എഫ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് 0, 0 ഈ പോയിന്റിൽ ചെറിയ സർക്കിൾ വരച്ചിട്ട് ഷെയ്ഡ് ചെയ്ത് വെക്കണം. ഷെയ്ഡഡ് സർക്കിൾ വരക്കണം. 0, 1 എന്ന് പറഞ്ഞ പോയിന്റ് ഗ്രാഫിൻ്റെ അകത്തില്ല. അത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ഹോളോ സർക്കിൾ വരച്ച് വെക്കണം. ചെറിയൊരു സർക്കിൾ വരക്കണം, ഷെയ്ഡ് ചെയ്യാത്ത ഓപ്പൺ സർക്കിൾ വരച്ച് വെച്ചേക്കണം. അതുപോലെ 0, -1 ഈ പോയിന്റ് 0, -1 എന്ന് പറഞ്ഞ പോയിന്റ് ഗ്രാഫിൻ്റെ അകത്തില്ല. 0നെ 0യിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ 0, 1ഉം 0, -1 എന്ന് പറഞ്ഞ ഈ 2 പോയിന്റ്സ് ഗ്രാഫിൻ്റെ അകത്തില്ല. അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു സർക്കിൾ വരച്ച് വെക്കുന്നത്. ഓക്കെ, 0, 0 ബിലോങ്സ് ടു എഫ്. സോ വി ഹാവ് ടു ഡ്രോ ഷെയ്ഡഡ് സർക്കിൾ.
ഇപ്പോൾ നമ്മൾ എക്സാമിന് വരക്കാൻ വന്നാലും ഡ്രോ ദ ഗ്രാഫ് ഓഫ് സിഗ്നം ഫംഗ്ഷൻ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ ഗ്രാഫ് വരക്കുമ്പോൾ ഇതുപോലെ വരക്കണം. 0, 0ൽ ഷെയ്ഡഡ് സർക്കിൾ വരക്കണം. 0, 1ലും 0, -1ലും ഓപ്പൺ സർക്കിൾ വരക്കണം. ഈ ഓപ്പൺ സർക്കിൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ പോയിന്റ് ഗ്രാഫിൻ്റെ അകത്തില്ല. ഈ 2 പോയിന്റ്സും ഗ്രാഫിൻ്റെ അകത്തില്ല. ഇവിടെ ക്ലോസ്ഡ് അതായത് ഷെയ്ഡഡ് സർക്കിൾ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ പോയിന്റ് ഗ്രാഫിൻ്റെ അകത്ത് ഉണ്ട് എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ നോട്ട്ബുക്കിൽ വരക്കണം. ഇതുപോലെ വരക്കാൻ പഠിച്ചു വെക്കണം. ഇതാണ് സിഗ്നം ഫംഗ്ഷന്റെ ഗ്രാഫ്. സിഗ്നം ഫംഗ്ഷനെ മോഡുലസ് ഫംഗ്ഷന്റെ ഡെഫിനേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മോഡുലസ് ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ. മോഡുലസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. മോഡുലസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു -x വെൻ എക്സ് ലെസ് ദാൻ 0. അതുകൊണ്ട് മോഡുലസ് ഓഫ് എക്സ് ബൈ എക്സ് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 0, മോഡുലസ് ഓഫ് എക്സ് ഇസ് എക്സ്, എക്സ് ബൈ എക്സ് ഇസ് 1. വെൻ എക്സ് ലെസ് ദാൻ 0, മോഡുലസ് ഓഫ് എക്സ് ഇസ് -x, -x by x is -1. ഇപ്പോൾ 1ഉം -1ഉം കിട്ടും. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിക്കഴിഞ്ഞാൽ 1 കിട്ടും. മോഡുലസ് ഓഫ് എക്സ് ബൈ എക്സ് എടുക്കണം. എക്സ് ലെസ് ദാൻ 0 ആയിക്കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് എക്സ് ബൈ എക്സ് -1 ആണ്. അതുകൊണ്ട് സിഗ്നം ഫംഗ്ഷനെ നമുക്ക് ഇതുപോലെയും ഡിഫൈൻ ചെയ്യാം. എക്സ് 0 ആയാൽ 0, എക്സ് നോട്ട് ഈക്വൽ ടു 0 അതായത് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആവാം, അല്ലെങ്കിൽ എക്സ് ലെസ് ദാൻ 0 ആവാം. ദാറ്റ് ഈസ് അത് രണ്ടും കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ എക്സ് നോട്ട് ഈക്വൽ ടു 0 എടുക്കുന്നത്. അങ്ങനെ എക്സ് നോട്ട് ഈക്വൽ ടു 0 എടുക്കുമ്പോൾ ഫംഗ്ഷൻ വരുന്നത് മോഡുലസ് ഓഫ് എക്സ് ബൈ എക്സ് ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിക്കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് എക്സ് ബൈ എക്സ് 1 ആണ്. എക്സ് ലെസ് ദാൻ 0 ആയിക്കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് എക്സ് ബൈ എക്സ് -1 ആണ്. സോ സിഗ്നം ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് ബൈ എക്സ് വെൻ എക്സ് നോട്ട് ഈക്വൽ ടു 0 ഈക്വൽ ടു 0 വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0. ഇത് സിഗ്നം ഫംഗ്ഷന്റെ വേറൊരു ഡെഫിനേഷനും ആണ്. ഇതും കൂടി നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. ഇപ്പോൾ സിഗ്നം ഫംഗ്ഷന്റെ ഗ്രാഫ് പഠിക്കണം, അതിന്റെ 2 ഡെഫിനേഷൻ പഠിക്കണം, ഡൊമെയിൻ, റേഞ്ച്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. നമുക്ക് അടുത്ത പുതിയൊരു ഫംഗ്ഷനിലേക്ക് പോകാം. ഈ ഫംഗ്ഷൻ മാപ്പ് ചെയ്യുന്നത് എങ്ങനെ നോക്കിയേ. ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ മാപ്സ് 1 to 1, 1.1 to 1, 1.15 to 1, 1.2 to 1, 1.5 to 1, 1.6 to 2, 1, 1.99 to 1. 1നെ 1ലേക്ക് മാപ്പ് ചെയ്യും. 1ന് ശേഷം വരുന്ന 2നെക്കാളും ചെറിയ എല്ലാ റിയൽ നമ്പേഴ്സിനെയും മാപ്പ് ചെയ്യുന്നത് 1ലേക്കാണ്. അതായത് ഇതുപോലെ ഇരിക്കുന്ന റിയൽ നമ്പേഴ്സിനെ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 2, 1 ഉണ്ട്, എക്സ് ഇസ് ഈക്വൽ ടു 1 ഉണ്ട്, പിന്നെ 1നും 2ന്റെയും ഇടയിൽ വരുന്ന എല്ലാ റിയൽ നമ്പേഴ്സിനെയും ഫംഗ്ഷൻ മാപ്പ് ചെയ്യുന്നത് 1ലേക്കാണ്. ഓക്കെ, 1.1, 1.2, 1.3, 1.4, 1.51, 1.52 എക്സെട്ര എല്ലാത്തിനെയും മാപ്പ് ചെയ്യുന്നത് 1ലേക്കാണ്. 1ന്റെയും 2ന്റെ ഇടയിൽ വരുന്ന എല്ലാ റിയൽ നമ്പേഴ്സിനെയും 1ലേക്ക് മാപ്പ് ചെയ്യും. അതായത് ഇവിടെ വരുന്ന റിയൽ നമ്പേഴ്സിനേക്കാളും ചെറിയ ഒരു ഇൻറ്റീജറിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. എഫ് ഓഫ് എക്സ് മാപ്സ് റിയൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 1 and 2 to an integer which is less than this x. When 1 less than or equal to x less than 2, f of x maps this x to an integer which is less than or equal to x. ഈ ഇവിടെ വരുന്ന റിയൽ നമ്പറിനേക്കാളും ചെറിയൊരു ഇൻറ്റീജറിലേക്കാണ് എഫ് ഓഫ് എക്സ് മാപ്പ് ചെയ്യുന്നത്. എക്സ് 1 ആയാൽ 1 ആണ്. എക്സ് 1ന്റെയും 2ന്റെയും ഇടയിൽ വന്നു കഴിഞ്ഞാൽ ആ എക്സിനേക്കാളും ചെറിയൊരു ഇൻറ്റീജറിലേക്കാണ് എഫ് ഓഫ് എക്സ് മാപ്പ് ചെയ്യുന്നത്. 2 to 2, 2.1 to 2, 2.11 to 2, 2.5 to 2, 2.7 to 2, 2.999 to 2. അതായത് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 3 ആയി കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് 2 ആണ്. 2നെ 2ലേക്ക് മാപ്പ് ചെയ്യും. 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3 ആയി കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് 2 ആണ്. ഈ നമ്പറിനേക്കാളും തൊട്ട് താഴെ വരുന്ന ഇൻറ്റീജറിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. 2.11നെ മാപ്പ് ചെയ്യുന്നത് അതിൻ്റെ തൊട്ട് താഴെ വരുന്ന ഇൻറ്റീജറിലേക്ക്. 2.5നെ മാപ്പ് ചെയ്യുന്നത് അതിൻ്റെ താഴെ വരുന്ന അതിനേക്കാളും ചെറിയ ഒരു ഇൻറ്റീജറിലേക്കാണ്. 2.999നെ മാപ്പ് ചെയ്യുന്നത് അതിനേക്കാളും ചെറിയ ഒരു ഇൻറ്റീജറിലേക്കാണ്, 2ലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. സോ വെൻ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 3, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2. ഈ റിയൽ നമ്പറിൻ്റെ തൊട്ട് താഴെ വരുന്ന ഇൻറ്റീജറിലേക്കാണ് ഫംഗ്ഷൻ മാപ്പ് ചെയ്യുന്നത്.
ഈ ഫംഗ്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ. ഫംഗ്ഷൻ മാപ്പ് ചെയ്യുന്നത് ഇൻറ്റീജറിലേക്കാണ്. നമ്മളെടുത്ത റിയൽ നമ്പറിന്റെ തൊട്ട് താഴെ വരുന്ന ഇൻറ്റീജറിലേക്കാണ് എക്സിനെ ഫംഗ്ഷൻ മാപ്പ് ചെയ്യുന്നത്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ. ദ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ എക്സ്. ഇത് വായിക്കേണ്ടത് അങ്ങനെയാണ്, ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ എക്സ്. എക്സ് ബിലോങ്സ് ടു ആർ. assumes the value of the greatest integer less than or equal to x. greatest integer equal to x വരുന്നത് x integer ആകുന്ന സമയത്താണ്. when x is an integer, greatest integer x is equal to x. greatest integer 0 is equal to 0, greatest integer 1 is equal to 1, greatest integer 2 is equal to 2, greatest integer minus 1 is equal to minus 1, etc. x integer ആകുന്ന സമയത്ത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ എക്സ് തന്നെ ആയിരിക്കും. അതാണ് ഇവിടെ ഈക്വൽ ടു എക്സ് എന്ന് വരുന്നത്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ എക്സ് is equal to x when x is an integer. Now consider these values. 0 less than or equal to x less than 1. Greatest integer x is equal to 0. ഇനി നമ്മൾ 0ൻ്റെയും 1ൻ്റെയും ഇടയിൽ വരുന്ന ഒരു വാല്യൂ എടുത്തിട്ടുണ്ട്. x is equal to 0.6. 0.6 is in between 0 and 1. Now integers less than 0.6. 0.6 ഇവിടെ വരുന്ന ഒരു വാല്യൂ ആണ്. 0.6ൻ്റെ താഴെ വരുന്ന ഇൻറ്റീജേഴ്സ് ഏതൊക്കെയാ? 0, -1, -2, -3 എക്സെട്ര. ഇങ്ങനെ കുറഞ്ഞുകൊണ്ട് പോകും അല്ലേ? 0.6ൻ്റെ തൊട്ട് താഴെ വരുന്ന 0.6നേക്കാളും ചെറുതായ ഇൻറ്റീജേഴ്സ് 0, -1, -2, -3, -4 എക്സെട്ര. ഇവിടെ ഇരിക്കുന്ന ഈ വാല്യൂസ് ഇവിടെയാണ് നമ്മുടെ 0.6 ഉണ്ടാവുക. 0, -1, -2, -3 ഇങ്ങനെ ഇൻറ്റീജേഴ്സിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ട് പോകും. ഇതെല്ലാം 0.6നേക്കാളും ചെറിയ ഇൻറ്റീജേഴ്സ് ആണ്. 0.6നേക്കാളും ചെറിയ ഇൻറ്റീജേഴ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എക്സെട്ര -4, -3, -2, -1, 0 ഇതാണ് 0.6നേക്കാളും ചെറിയ ഇൻറ്റീജേഴ്സ്. അതിൽ ഏറ്റവും വലുത് ഏതാ? 0 ആണ്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ലെസ് ദാൻ 0.6 is equal to 0. അപ്പം നമ്മൾ ഓർക്കേണ്ടത് ഇവിടെ 0.6 ഉണ്ട്. 0.6ൻ്റെ തൊട്ട് താഴെ വരുന്ന ഇൻറ്റീജർ എടുക്കാം. അതാണ് നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ. 0.6ൻ്റെ തൊട്ട് താഴെ വരുന്നത് 0. So greatest integer 0.6 is equal to 0. Okay. 0 less than or equal to x less than 1. Greatest integer x is equal to 0. When 1 less than or equal to less than 2. 1ൻ്റെയും 2ൻ്റെ ഇടയിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ greatest integer x is equal to 1. Okay. Greatest integer x is equal to 1. when 2 less than or equal to x less than 3. 2ൻ്റെയും 3ൻ്റെ ഇടയിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ x is equal to 2. ഓക്കെ. -1 less than or equal to x less than 0. -1ഉം 0ൻ്റെ ഇടയിൽ ഇവിടെയാണ് നമ്മുടെ x ഉള്ളത്. -1 0ൻ്റെ ഇടയിൽ. അപ്പോൾ എടുക്കുന്ന വാല്യൂ എന്തായിരിക്കും? -1 ആണ്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ x is equal to -1. -2 less than or equal to x less than -1. നമ്മുടെ x ഇവിടെയാണ് ഉള്ളത്. -2ഉം -1ൻ്റെ ഇതിൻ്റെ -2ൻ്റെയും -1ൻ്റെ ഇടയിൽ. അങ്ങനെ വരുമ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ x is equal to -2. ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ x is equal to -2. ഇവിടെ ഇരിക്കുന്ന x വാല്യൂവിൻ്റെ തൊട്ട് താഴെ വരുന്ന ഇൻറ്റീജറാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ. നമ്മളിപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്ത ഫംഗ്ഷൻ്റെ പേര് ഫ്ലോർ ഫംഗ്ഷൻ എന്നാണ്. ഈ എക്സിൻ്റെ തൊട്ട് താഴെ വരുന്ന ഇൻറ്റീജറാണ് എടുക്കുന്നത്. അതിന് നമ്മൾ പറയുന്നത് ഫ്ലോർ, FLOOR. ഓക്കെ. ഫ്ലോർ ഫംഗ്ഷൻ. നമ്മൾ ജിയോജിബ്രയിൽ ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ ഇൻപുട്ട് ബാറിൽ എൻ്റർ ചെയ്യേണ്ടത് ഫ്ലോർ എക്സ് ആണ്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ 2 ടൈപ്പ് ഉണ്ട്. ഫ്ലോർ ഫംഗ്ഷൻ ആൻഡ് സീൽ ഫംഗ്ഷൻ. സീൽ എന്ന് പറയുമ്പോൾ തൊട്ട് മുകളിൽ വരുന്ന ഇൻറ്റീജറിലേക്ക് മാപ്പ് ചെയ്യും. തൊട്ട് വലുതായ അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന വലിയ ഇൻറ്റീജറിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. ഫ്ലോർ ഫംഗ്ഷൻ എക്സിനെ മാപ്പ് ചെയ്യുന്നത് തൊട്ട് താഴെ വരുന്ന ഇൻറ്റീജറിലേക്കാണ്. സീൽ എക്സ് മാപ്പ് ചെയ്യുന്നത് സീലെക്സ് എക്സിനെ മാപ്പ് ചെയ്യുന്നത് തൊട്ട് മുകളിൽ വരുന്ന ഇൻറ്റീജറിലേക്കാണ്. അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്തത് ഫ്ലോർ എക്സ് ആണ്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ എക്സ് നമ്മളിപ്പോൾ പഠിച്ച ഫംഗ്ഷൻ ഫ്ലോർ എക്സ്. ഇതാണ് ഫംഗ്ഷൻ്റെ ഗ്രാഫ്. എഫ് ഫ്രം ആർ ടു ആർ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ എക്സ്. ഡൊമൈൻ ഇസ് ഈക്വൽ ടു ആർ. എക്സിന് നമുക്ക് ഏത് റിയൽ നമ്പർ വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ. ആറിൽ നിന്നും ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ ആണ്. സോ ഡൊമൈൻ ഇസ് ഈക്വൽ ടു ആർ. റേഞ്ചിൻ്റെ അകത്ത് ഇൻറ്റീജേഴ്സ് മാത്രമേ ഉണ്ടാവൂ. എക്സിന് നമ്മൾ ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും എഫ് ഓഫ് എക്സ് എടുക്കുന്ന വാല്യൂസ് ഇൻറ്റീജേഴ്സ് ആണ്. 0, 1, 2 എക്സെട്ര.
-1, -2, -3, etc. So range is equal to set of all integers. നമ്മുടെ ഗ്രാഫ് ഇതുപോലെ ഉണ്ടാകും. ഇതാണ് when x is in between 0 and 1, y value is 0. When x is in between 1 and 2, y value is 1. ഈ ഒരു പീസ് നമുക്ക് കിട്ടും, ഈ ഒരു ഗ്രാഫ് നമുക്ക് കിട്ടും. when x is in between 2 and 3, f of x is 2. ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ പീസ് കിട്ടും. when x is in between 3 and 4, f of x is 3. Okay, so we get this piece of graph. This function is also known as piecewise function. Okay, piece ആയിട്ടാണ് ഗ്രാഫ് കിടക്കുന്നത്. ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് കാണുമ്പോൾ ഇത് ഏതുപോലെയായിരിക്കുന്നത്, അത് നോക്കിയിട്ട് നമ്മൾ ഈ ഫംഗ്ഷന് വേറൊരു പേരും കൂടിയുണ്ട്. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് എന്തുപോലെയായിരിക്കുന്ന ഗ്രാഫ്, സ്റ്റെപ്പ് പോലെയുണ്ട് അല്ലേ. സോ ദിസ് ഫംഗ്ഷൻ ഇസ് ഓൾസോ നോൺ ആസ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. ഇപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഫംഗ്ഷൻ 0നെ 0ലേക്ക് മാപ്പ് ചെയ്യും, 1നെ മാപ്പ് ചെയ്യുന്നത് 1ലേക്കാണ്. ഫംഗ്ഷൻ 1നെ മാപ്പ് ചെയ്യുന്നത് 1ലേക്ക്, 2നെ മാപ്പ് ചെയ്യുന്നത് 2ലേക്കാണ്. അപ്പം നമ്മളിവിടെ ഒരു ഹോളോ സർക്കിൾ ഇടണം. അതായത് 1, 0 എന്ന് പറഞ്ഞ പോയിന്റ് ഫംഗ്ഷൻ്റെ അകത്തില്ല, 2, 1 എന്ന് പറഞ്ഞ പോയിന്റ് ഫംഗ്ഷൻ്റെ അകത്തില്ല. 2നെ മാപ്പ് ചെയ്യുന്നത് 2ലേക്കാണ്. ഡൊമൈനിലെ ഒരു എലമെന്റിന് ഒറ്റൊരു ഇമേജ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇവിടെ 2ന്റെ ഇമേജ് 2 ആണ്. 2, 1 നോട്ട് ബിലോങ്സ് ടു ഗ്രാഫ്. അപ്പോൾ ഇവിടെ നമ്മളൊരു ഹോളോ സർക്കിൾ, ഓപ്പൺ സർക്കിൾ വരക്കണം. അതുപോലെ തന്നെ നമ്മളിവിടെ ഹോളോ സർക്കിൾ വരച്ചില്ല എങ്കിൽ 3, 2ഉം 3, 3യും ഗ്രാഫിൻ്റെ അകത്തുണ്ട് നമുക്ക് സംശയം വരും. പക്ഷെ ഗ്രാഫിൻ്റെ അകത്ത് യഥാർത്ഥത്തിൽ ഉള്ളത് 3, 3 ഈ പോയിന്റ് ആണ്. 3, 2 എന്ന് പറഞ്ഞ പോയിന്റ് ഗ്രാഫിൻ്റെ അകത്ത് ഇല്ല. 3നെ മാപ്പ് ചെയ്യുന്നത് 3ലേക്കാണ്. ഇപ്പം നമ്മൾ ഈ 3, 2 എന്ന് പറഞ്ഞ പോയിന്റിൽ ഇവിടെ ഒരു ചെറിയ സർക്കിൾ വരച്ച് വെച്ചേക്കണം. അതുപോലെ തന്നെ 4, 3 നോട്ട് ബിലോങ്സ് ടു ഗ്രാഫ്, 5, 4 നോട്ട് ബിലോങ്സ് ടു ഗ്രാഫ്, 6, 5 നോട്ട് ബിലോങ്സ് ടു ഗ്രാഫ്, എക്സെട്ര. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ -1നെ -1ലേക്ക് മാപ്പ് ചെയ്യും. -1, -2 നോട്ട് ബിലോങ്സ് ടു ഗ്രാഫ്, -2, -3 നോട്ട് ബിലോങ്സ് ടു ഗ്രാഫ്, -4, -5 നോട്ട് ബിലോങ്സ് ടു ഗ്രാഫ്, -3, -4 നോട്ട് ബിലോങ്സ് ടു ഗ്രാഫ്, -4, -5 നോട്ട് ബിലോങ്സ് ടു ഗ്രാഫ്, 0, -1 നോട്ട് ബിലോങ്സ് ടു ഗ്രാഫ്, 0, 0 ബിലോങ്സ് ടു ഗ്രാഫ്. ഈ പോയിന്റ്സിലെല്ലാം നമ്മൾ ഇതുപോലെ ഹോളോ സർക്കിൾ ഇട്ട് വെക്കണം. ഓക്കെ, ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താ, ഈ പോയിന്റ്സ് ഗ്രാഫിൻ്റെ അകത്തില്ല. ഓക്കെ, ഡൊമൈനിലെ ഒരു എലമെന്റിന് ഒറ്റൊരു ഇമേജ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, എന്നാൽ മാത്രമേ ആ റിലേഷൻ ഫംഗ്ഷൻ ആവത്തുള്ളൂ. എവറി എലമെന്റ് ഓഫ് എ ഷുഡ് പൊസസ് യുണീക്ക് ഇമേജ് ഇൻ ബി, എന്നാലാണ് റിലേഷൻ ഫംഗ്ഷൻ ആവുന്നത്. ഇപ്പം നമ്മളിങ്ങനെ ഹോളോ സർക്കിൾ വരച്ചില്ലെങ്കിൽ നമ്മൾ ഗ്രാഫ് ചെറിയൊരു മിസ്റ്റേക്ക് അവിടെ വരും. ജിയോജബ്രയിൽ വരയ്ക്കുന്ന സമയത്ത് ഫ്ലോറെക്സ് കൊടുത്ത് നമ്മൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇവിടെ ഈ സർക്കിൾ നമുക്ക് കാണാൻ പറ്റൂല. ഇത് ഞാൻ ഇവിടെ നമ്മൾ എക്സ്ട്രാ സർക്കിൾ ഇട്ട് വെക്കുന്നതാണ്. നിങ്ങൾ നോട്ടിൽ വരയ്ക്കുന്ന സമയത്ത് ഇതുപോലെ വരക്കണം. എക്സാമിൽ ഡ്രോ ദ ഗ്രാഫ് ഓഫ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്ന് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ വരക്കണം. അതായത് ഈ ഹോളോ സർക്കിൾ ഇടാൻ മറന്നു പോകരുത്. Now algebra of real functions. Consider two functions f and g. F maps from x to r and g maps from x to r, where x is a subset of real numbers. Now addition of two real numbers is denoted by f plus g. F plus g is a function from x to r, which is defined as f plus g of x is f of x plus g of x. Okay, ഈ രണ്ട് ഫംഗ്ഷൻസിൻ്റെ അഡീഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. f plus g of x is equal to f of x plus g of x. Second one, subtraction of a real function from another function. f minus g of x is equal to f of x minus g of x. Now third one, multiplication by a scalar. Okay, consider a constant c, scalar c. Then c f of x is equal to c into f of x. Fourth one, multiplication of two real functions. f into g of x is f of x is into g of x. Fifth one, quotient of two real functions. f by g of x is equal to f of x divided by g of x, where g of x not equal to 0. ഈ 5 ഓപ്പറേഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അഡീഷൻ ഓഫ് ടു ഫംഗ്ഷൻസ്, സബ്സ്ട്രാക്ഷൻ ഓഫ് ടു ഫംഗ്ഷൻസ്, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ ഫംഗ്ഷൻ ബൈ എ സ്കേലാർ, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ടു ഫംഗ്ഷൻസ് and quotient of two functions. In this case, denominator is not equal to 0. നമുക്കൊരു എക്സാമ്പിൾ എടുത്തിട്ട് നോക്കാം.
Let f of x equal to x square and g of x equal to 2x plus 1 be two real functions. Find f plus g of x, f minus g of x, f into g of x, f by g of x. Okay, f of x is x square, g of x is 2x plus 1. Now f plus g of x is equal to f of x plus g of x. F of x is x square, g of x is 2x plus 1. So f plus g of x is equal to x square plus 2x plus 1, which is equal to x plus 1 whole square. Now f minus g of x is equal to f of x minus g of x, that is x square minus 2x plus 1. 2x plus 1 in bracket ഇടണം. ഇവിടെ മൈനസ് വരുന്നത് കൊണ്ട് 2x plus 1 നിർബന്ധമായിട്ടും ബ്രാക്കറ്റ് ഇടണം. അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ഈ മൈനസ് കൊണ്ട് രണ്ട് ടേംസിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. Minus 2x minus 1. So answer is x square minus 2x minus 1. Now next is f into g of x, that is f of x into g of x, x square into 2x plus 1. X square into 2x is 2x cube. X square into x is x cube. So 2x cube plus x square into 1 is x square. So f into g of x is equal to 2x cube plus x square. F by g of x is equal to f of x divided by g of x, that is x square divided by 2x plus 1. Denominator not equal to 0. 2x plus 1 not equal to 0. That is 2x is not equal to minus 1. That is x is not equal to minus 1 by 2. X is not equal to minus 1 by 2. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണ് ഇത്. ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. Let f of x is equal to root x and g of x is equal to x be two functions defined over the set of non-negative real numbers. Find f plus g of x, f minus g of x, f into g of x and f by g of x. F of x is equal to root x, g of x is equal to x. F plus g of x is equal to f of x plus g of x, that is equal to root x plus x. Okay, so answer is root x plus x. F minus g of x is f of x minus g of x, that is root x minus x. F into g of x is f of x into g of x, that is root x into x. Root x is x raised to 1 by 2. Okay, x is x raised to 1. Base same ആണ്. അപ്പോൾ നമ്മൾ പവർ ആഡ് ചെയ്യണം. x raised to 1 by 2 into x raised to 1 is x raised to 1 by 2 plus 1. 1 by 2 plus 1 is 3 by 2. So answer is x raised to 3 by 2. Now f by g of x is f of x divided by g of x, that is root x by x. We can write this x as root x into root x. Now cancelling 1 root x, we get 1 by root x, where x is not equal to 0. അപ്പോൾ നമ്മൾ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് ഫംഗ്ഷൻസ് പഠിച്ചു. സിഗ്നം ഫംഗ്ഷൻ ആൻഡ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ. അതിനുശേഷം ഓൾജിബ്ര ഓഫ് ഫംഗ്ഷൻസ് പഠിച്ചു. ഈ മൂന്ന് കാര്യങ്ങളും നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. ബ്ലാക്ക് ബോർഡിൽ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ നോട്ട്സിൽ എഴുതിയിട്ട് പ്രോബ്ലംസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. Okay, thank you.